നമസ്തേ, ഇത് ICSE കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ജാവ പ്രോഗ്രാമിങ്ങിന്റെ പ്രോഗ്രാംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് നമ്പേഴ്സിന്റെ കാര്യമാണ് നമ്മൾ ഈ പ്രോണിക്ക്, പിന്നെ സ്പൈ, ഡക്ക്, ടെക്ക്, ആംസ്ട്രോങ്, ഫിബിനോസി, നിവിൻ നമ്പർ, ഇങ്ങനെയുള്ള ഒരു 7 എണ്ണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോണിക് നമ്പർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 0 ഒരു പ്രോണിക് നമ്പർ, അതായത് തൊട്ടടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ, അതായത് ഇപ്പോൾ 0യും 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആവും. അപ്പോൾ 0 പ്രോണിക് നമ്പർ. 1ഉം 2ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. അപ്പൊ അതായത് നമ്മൾ ഇപ്പം 0, 2, 6, 12, 20 ഇതൊക്കെ പ്രോണിക് നമ്പർ. എങ്ങനെയാന്ന് വെച്ചാൽ 0യും 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആവും. അപ്പോൾ 0 പ്രോണിക് നമ്പർ. 1ഉം 2 അടുത്തടുത്ത നമ്പറാണ്, അത് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. പിന്നെ 3ഉം 2ഉം, 1ഉം 2ഉം കഴിഞ്ഞ് പിന്നെ 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. പിന്നെ 4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. 4ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും. അങ്ങനെ പിന്നെ 6ഉം 7ഉം, 7, 6, 42, 7, 8, 8, 56. അങ്ങനെ നമുക്ക് അതാണ് നമ്മൾ പ്രോണിക് നമ്പർ എന്ന് പറയും. ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇമ്പോർട്ട് ജാവ യൂട്ടിൽ സ്കാനർ എന്ന് പറഞ്ഞ ഇമ്പോർട്ട് ഫയൽ ചെയ്ത്, ഈ സ്കാനർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ സ്കാനർ SC ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സ്കാനർ SC. സ്കാനർ SC ഇതില് സ്കാനർ എന്ന് പറഞ്ഞൊരു ബിൽറ്റ് ഇൻ ക്ലാസ്സാ. അതിന്റെ ഒരു ഓബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കി, അത് SC ആണ്. ന്യൂ എന്നുള്ള കീവേഡ് ആണ്. പിന്നെ വരുന്ന അതിന്റെ കൺസ്ട്രക്ടറാ. എനിവേ ഇതൊരു ബിൽറ്റ് ഇൻ ആണ്, നമ്മൾ ഡിഫൈൻ ചെയ്തതല്ല. അതിനെ നമ്മൾ വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ നെക്സ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞ അതിന് രണ്ടാമത്തെ ലൈനിൽ, ഈ ലൈനിൽ അതിൽ വരുന്ന നമ്പർ അക്സെപ്റ്റ് ചെയ്യാൻ, അത് കൺസോളിൽ നിന്നാണ് കിട്ടുന്നത്. ഈ നമ്പർ ഇൻറ്റിജർ, ആ നമ്പർ. അപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോ പിന്നെ സിസ്റ്റം ഔട്ട് പ്രിന്റിൽ എൻ്റർ എ നമ്പർ, അത് ആ ഇൻവെർട്ടർ കോമയിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ പ്രിന്റ് ചെയ്യും. പിന്നെ ഒരു ബൂളിയൻ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഈസ് പ്രോണിക് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ. ആ ഈസ് പ്രോണിക് എന്നുള്ളതിന് ഒരു വേരിയബിളിന്റെ സ്വഭാവം മാത്രമേ ഉള്ളൂ. നമുക്കത് ഇവിടെ എയോ ബിന്നോ സിന്നോ ഒക്കെ കൊടുക്കാം. അത് അങ്ങനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഈ ക്യാമൽ ടൈപ്പ് ആയിട്ട് പ്രീ ക്യാപിറ്റലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് ഒരു മീനിങ് ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിന് വേറെ മീനിങ് ഒന്നും ഇല്ല. അപ്പൊ ഈ പ്രാണിക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയബിളില് അതിൽ ബൂളിയൻ ആണ്, നമ്മൾ ഫാൾസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ആ ഫോർ ലൂപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു നമ്പർ കൊടുക്കുമ്പോൾ അത് നോക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ആ നമ്പർ വരെ നമ്മൾ ആ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ നോക്കും. ഇപ്പൊ 21 കൊടുക്കുന്നതെങ്കിൽ 0, 1 അല്ല 1, 2, 2, 3 അങ്ങനെ മൾട്ടിപ്ലൈ നോക്കും, നമ്പറുമായിട്ട് ഒക്കുന്നുണ്ടോ. എവിടെ വെച്ച് ഒക്കുന്നില്ല എങ്കിൽ അത് അത് പുറത്തു പോയിട്ട് അത് അപ്പൊ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അത് സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ ഈസ് പ്രാണിക്ക് എന്നുള്ളത് ഫാൾസ് തന്നെ ആയിരിക്കും, അല്ലെ. ആ ലൂപ്പിനകത്തുനിന്ന് പുറത്ത് ചാടി കഴിഞ്ഞാൽ വെച്ചാൽ ഒരിക്കലും ആ ഈഫിന്റെ ലൂപ്പിൽ കയറില്ല. പ്രോണിക് നമ്പർ ആണെങ്കിലേ കയറിയുള്ളൂ. അപ്പൊ പ്രോണിക് നമ്പർ ആകുമ്പോൾ ഈസ് പ്രോണിക്ക് ട്രൂ ആവും, ആ ബൂളിയൻ വാല്യൂ ട്രൂ ആവും. എന്നുവെച്ചാൽ ബൂളിയൻ വാല്യൂ ട്രൂ ഓ ഫാൾസോ സ്റ്റോർ ചെയ്യാനാണ്. ആ ഈഫ് എൽസിന് ഉള്ളിൽ കയറുമ്പോൾ മാത്രമേ ഈസ് പ്രോണിക്ക് ട്രൂ ആകത്തുള്ളൂ. അപ്പോ ഇത്രയേ ഉള്ളൂ
ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിനകത്ത് പറയാനുള്ളത്, ഒന്ന് ആ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, രണ്ട് ആ ഫോർ ലൂപ്പിന്റെ വർക്കിംഗ്. ആ ഫോർ ലൂപ്പിന്റെ വർക്കിങ്ങിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒന്നും തൊട്ടടുത്ത് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും, രണ്ടും മൂന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും, മൂന്നും നാലുമായിട്ട് മൾട്ടിപ്ലൈ, നാലും അഞ്ചുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ അത് നം വരെ പോകും. അതായത് ഐ ഇൻറ്റു ഐ പ്ലസ് വൺ ലെസ് ദാൻ ഈക്വൽ ടു നം. അപ്പം ഇപ്പൊ ഇത് നമ്മൾ എവിടം വരെ പോകുന്നു നോക്കാം. ഒന്നും രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ട് വന്നു, അതല്ല നം, അതുകൊണ്ട് അതിനകത്ത് കയറില്ല. രണ്ടും മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 6 വന്നു, അതിനകത്ത് കയറില്ല, ഈ ഫിലൂപ്പിനകത്ത് കയറില്ല. മൂന്നും നാലും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഫിലൂപ്പിനകത്ത് കയറില്ല. നാലും അഞ്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കയറില്ല. നമ്മൾ 21 കൊടുത്തെന്ന് വിചാരിക്കാം. അടുത്തത് എങ്ങനെയാ? 4, 5, പിന്നെ നമ്മൾ 5, 6 നോക്കും, അപ്പൊ അത് 30. അപ്പൊ നമ്മിന്റെ കണ്ടീഷൻ തെറ്റി, അത് പുറത്തു വന്നു. അപ്പൊ അത്രയും പ്രാവശ്യം, അത്രയും തവണ അതിനകത്ത് കയറിയിട്ടില്ല. അത് കയറാത്തതുകൊണ്ട് ഈ സ്പ്രോണിക്ക് ട്രൂ ആയിട്ടില്ല, ഫാൾസ് തന്നെയായിരിക്കുന്നു. ഈഫിന്റെ കണ്ടീഷനിൽ കയറാൻ പറ്റില്ല. അതെന്താ കയറാൻ പറ്റാഞ്ഞ്? ഒരിക്കൽ പോലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മന് ഈക്വൽ ആയില്ല. ഈക്വൽ ആയിരുന്നെങ്കിൽ ആ ലൂപ്പിനകത്ത് കയറിയാണ് ഈ സ്പ്രാണിക്കുന്നുള്ള ആ ബൂളിയൻ വാല്യൂ ഫാൾസ് എന്നുള്ളത് ട്രൂ ആക്കിയാണ്, എന്നിട്ട് ബ്രേക്ക് ചെയ്ത് പുറത്തു വരികയും ചെയ്താൽ. ഇവിടെ ഒരിക്കൽ പോലും ആ നമ്മ ഓരോ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ 21 കൊടുക്കുന്നതെങ്കിൽ ഒന്നും രണ്ടും കൂടെ മൾട്ടിപ്ലൈയും, രണ്ടും മൂന്നും കൂടെ മൾട്ടിപ്ലൈയും, മൂന്നും നാലും കൂടെ മൾട്ടിപ്ലൈയും, നാലും അഞ്ചും കൂടെ മൾട്ടിപ്ലൈ, 5ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നിൽക്കും. ചില 5, 6, 30, 21 കടന്നുപോയി, നമ്മിനൊക്കെ വലിയ സംഖ്യയായി. അപ്പൊ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ഇഫൽസും കൂടി എഴുതിയിട്ട് ഈഫ് ഈസ് പ്രാണിക് ട്രൂ എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ, അതായത് ആ ഈ ലൂപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് പ്രാണിക് നമ്പറിന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ അത് നോട്ട് എ പ്രാണിക് നമ്പർ. ഇത്രയേ ഉള്ളൂ അത്. ഇതിനകത്ത് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ബൂളിയൻ ഡേറ്റ ടൈപ്പ് ഉണ്ട്, അതിനകത്ത് ഫാൾസ് വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പിനുള്ളിൽ ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കൊടുത്ത നമ്പർ വലുതാണെങ്കിൽ, ഇപ്പൊ 20 കൊടുക്കുന്നതെങ്കിൽ ടാലി ആവും, അല്ല ഈക്വൽ ആവും. ഈക്വൽ ആവുമ്പോൾ ഈ സ്പ്രാണിക്ക് ട്രൂ ആവും, ഇവിടെ പുറത്ത് വന്നത് പ്രോണിക് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അത് എനിക്ക് തോന്നി പ്രോണിക് എന്നുള്ളത് ക്ലിയർ ആയെന്ന് എന്റെ വിശ്വാസം. ഞാൻ അടുത്ത സ്പൈ നമ്പറിലേക്ക് പോവാണ്. സ്പൈ നമ്പർ എന്താന്ന് വെച്ചാൽ, ഇത് ഗുണിച്ചാലും കൂട്ടിയാലും ഒരേ സംഖ്യ വരും. ഇപ്പൊ 1124, 1, 1, 2, 1 + 1, 2, 2 + 2, 4, 4 + 4, 8. നമുക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. 1 × 1, 1, 1 × 2, 2, 2 × 4, 8 വന്നില്ലേ? അപ്പൊ കൂട്ടിയപ്പോഴും അവിടെ കാണിച്ചിട്ടുണ്ട്, അത് കൂട്ടിയപ്പോഴും ഗുണിച്ചപ്പോഴും ഒരേ നമ്പർ ആവണം. അടുത്ത 123 നോക്കാം, അതും കൂട്ടി, 2, 1, 3, 3, 6, അത് ഗുണിച്ചു നോക്കി, 1 × 2 × 3, 6 വന്നു. അപ്പോ അതും ഒരു സ്പൈ നമ്പറാണ്. 1, 1, 2, 2 ഒരു സ്പൈ നമ്പറാണ്. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 1, 1, പിന്നെ 1 × 2, 2, പിന്നെ 2 × 2, 4. അത് ഗുണിച്ചപ്പോഴും 1 × 1, 1, 1 × 2, 2, 2 × 2. അതൊരു സ്പൈ നമ്പർ അല്ല കേട്ടോ. 1, 1, 2, 2, 2 സ്പൈ നമ്പർ അല്ല. എന്നുവെച്ചാൽ 1, 6, 1, 4 കിട്ടി, അത് സ്പൈ നമ്പർ അല്ല. പിന്നെ 231 കൊടുത്താൽ നമുക്കറിയാം, 231 3, 2, 6, 1, 6, 3, 1, 4, 2, 6 അങ്ങനെ കിട്ടും. 34 സ്പൈ നമ്പറാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. സ്കാനർ ഉണ്ട്, അപ്പം നമ്മൾ നമ്പർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കാം നമുക്ക്. സ്കാനർ ഇവിടെ നിന്ന് ബ്രേക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മളത് ബ്രേക്ക് ചെയ്തല്ല എഴുതണ്ട, ഒറ്റ ലൈനിൽ തന്നെ എഴുതണ്ട. അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ വന്നതാ. സ്കാനർ SC = ന്യൂ സ്കാനർ സിസ്റ്റം ഇൻ, ഒറ്റ ലൈനത്. അത് സ്കാനർ എന്ന് പറഞ്ഞൊരു ബിൽറ്റ് ഇൻ ക്ലാസ്, അതിന്റെ SC എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കി, അതിനൊരു ആ ഓബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു കീവേഡ് വേണം, ന്യൂ ആണ്. പിന്നെ സ്കാനർ ബ്രാക്കറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കതൊരു കൺസ്ട്രക്ടർ ആയിട്ട് കണക്കാക്കാൻ പറ്റും. കൺസ്ട്രക്ടറെ പേര് ചൊല്ലി വിളിക്കുകയല്ല, ആ
ആ സിൻടാക്സിന്റെ കൂടെയാണത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോക്ക് ആവും. സിസ്റ്റം ഔട്ട് പ്രിന്റ് ഒരു നമ്പർ ചോദിക്കും. ആ നമ്പർ നമ്പിൽ സ്റ്റോർ ചെയ്യും. സം ഓഫ് ഡിജിറ്റ് 0 ആക്കും, പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ് 1 ആക്കും. ഈ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ് 1 ആക്കി വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 0 ആക്കി വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 0 ആവും. 1 ആക്കി വെച്ചാൽ ആ നമ്പർ തന്നെ ആവും അല്ലെ. അങ്ങനെ അതാണ് അതിനെ 1 കൊടുത്തിരിക്കുന്നത്, മറ്റേ 0 കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ടെമ്പ് നമ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പ് നം നമ്മൾ സിസ്റ്റം കാണുകയും മോഡുലസ് എടുക്കുകയും അത് കൂട്ടുകയും മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്പർ മാറിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ കിട്ടിയ ടെമ്പ് നമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. ആ ടെമ്പ് നമ്മിൽ ആ വയൽ ലൂപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. വയൽ ലൂപ്പ് ഈ വയൽ ലൂപ്പ് ശ്രദ്ധിക്കുക. ഇവിടെ വയൽ ലൂപ്പിലെ ടെമ്പ് നം ഗ്രേറ്റർ ദാൻ 0 അത് നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പർ, നമുക്കൊരു നമ്പർ കൊടുക്കാം. 232 നമുക്കറിയാം. 232 നമുക്കറിയാം അതൊരു സ്പൈ നമ്പർ അല്ലാന്ന് അറിയാം. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ പ്രിന്റ് ചെയ്യുന്നത്. 232 %10 സിസ്റ്റർ അതിന്റെ മോഡുലസ് കാണുമ്പോൾ 2, അപ്പൊ ഡിജിറ്റ് 2. അപ്പൊ സം ഓഫ് ഡിജിറ്റിൽ 2 ചേർന്ന് അത് ഓൾറെഡി 0 ആണ്. 0 + 2 2 ആയി. സം ഓഫ് ഡിജിറ്റ് 2 ആയി. ആ പ്ലസ് ഈക്വൽ ടു ഡിജിറ്റ് എന്നുള്ളത് സം ഓഫ് ഡിജിറ്റ് ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ് പ്ലസ് ഡിജിറ്റ് എന്നുള്ളത് ഷോർട്ട് ഹാൻഡ് ചെയ്താ. പിന്നെ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ് ഇൻറ്റു ഈക്വൽ ടു ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ് ഇൻറ്റു ഡിജിറ്റ് എന്നാണ്. അപ്പോൾ 2 വന്നു, അത് 1 × 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 സ്റ്റോർ ചെയ്തു. ആ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ് തുടക്കത്തിൽ 1 ഉണ്ട്. അപ്പോൾ ടെമ്പ് നമ്പർ അത് നമ്മൾ 232 ആണ് കൊടുത്തത്. ടെമ്പ് നമ്പർ 232 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 23 അല്ലേ. അത് ഗ്രേറ്റർ ദാൻ 0. 23ന്റെ പെർസെൻറ്റേജ് 10 എന്ന് പറഞ്ഞാൽ 3 എടുത്തു. ഓൾറെഡി ആ സം ഓഫ് ഡിജിറ്റിൽ 2 ഉണ്ട്. അതിന്റെ കൂടെ 3 2 5 ആയി. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, 2 ഉണ്ട്, 3 2 6 ആയി. പിന്നെ 23നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 ആയി. 2 മുകളിൽ ചെന്ന് സിസ്റ്റം കൂട്ടി. അതില് 3 2 5, 5 2 7 ആയി. ഇവിടെ 6 26 12. അപ്പൊ അതോടുകൂടി നമുക്ക് അപ്പൊ ഈ സം ഓഫ് ഡിജിറ്റും ഇതും പ്രോഡക്റ്റ് ഡിജിറ്റും ഒന്നാണെങ്കിൽ നമ്മൾ പറയും അതിന്റെ ഒരു ലൈൻ കൂടെ ഉണ്ട്, അത് വിട്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ. അവിടെ അത് നോട്ട് സ്പൈ നമ്പർ എന്ന് പറയും. അപ്പോ ഇതില് നമ്മൾ ആ വൈൽ ലൂപ്പാണ് നോക്കേണ്ടത്. വൈൽ ലൂപ്പില് ആദ്യത്തെ വൈൽ ലൂപ്പിന്റെ തുടക്കത്തില് ആ ലൂപ്പിൽ കയറുന്നത് ആ നമ്പർ 0 കൂടുതലാണോ? അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കത്തുള്ളൂ. എന്നിട്ട് അത് പെർസെൻറ്റേജ് 10 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓപ്പറേറ്റർ 10 കൊണ്ട് അടിച്ചു നോക്കും. അപ്പൊ നമുക്ക് അതിന്റെ വലത്തെ അറ്റത്തെ നമ്പർ കിട്ടും. ആ നമ്പർ നമ്മളിങ്ങനെ കൂട്ടി വെക്കും. സം ഓഫ് ഡിജിറ്റ് പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റിൽ നമ്മൾ അത് ഗുണിച്ചു വെക്കും. പിന്നെ ആ പുറത്തിറങ്ങുമ്പോൾ ആ സം ഓഫ് ഡിജിറ്റും പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം അതൊരു സ്പൈ നമ്പർ ആണ്. ഈ ടെം നം /10 എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്ത് ചെറുതാക്കും. ഇപ്പൊ 1 2 3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 1 2 3 അടുക്കും. അപ്പോൾ നമുക്ക് 3 സിസ്റ്റം എടുക്കാൻ പറ്റും. 12 കൊടുക്കുമ്പോൾ അതിന് 2 സിസ്റ്റം എടുക്കാൻ പറ്റും. അവസാനം ഒന്നും നമുക്ക് റിമൈൻഡർ എടുക്കാൻ പറ്റും. അതായത് ഇവിടെ ആ പെർസെൻറ്റേജ് 10ഉം ഡിവിഷൻ ബൈ 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന 4-5 അക്കമുള്ള നമ്പർ ഇന്റിജർ ആണെങ്കിൽ ആ വലിയ സംഖ്യ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ 1 2 3 4 5 എന്നാ കൊടുത്തതെങ്കിൽ 12,345 12,345 എന്നാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ 5 സെപ്പറേറ്റ് എടുക്കാൻ പറ്റും, 4 സെപ്പറേറ്റ് എടുക്കാൻ പറ്റും, 3 സെപ്പറേറ്റ് എടുക്കാൻ പറ്റും, 2 സെപ്പറേറ്റ് എടുക്കാൻ പറ്റും, 1 സെപ്പറേറ്റ്. ആ സെപ്പറേറ്റ് എടുക്കൽ പരിപാടിയാണ് പെർസെൻറ്റേജ് 10ൽ ഓരോന്ന് റിമൈൻഡർ ആയിട്ട് എടുക്കും. ആ ഓരോന്ന് കിട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം എടുക്കാനാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 1345 5 സിസ്റ്റം കിട്ടി, അപ്പൊ 5 സെപ്പറേറ്റ് ആയി. പിന്നെ 1234 ആക്കുന്നത് ഡിവൈഡ് ബൈ 10 വെച്ചിട്ട് 10 വെച്ചിട്ട്.
പിന്നെ അതിന്റെ 4 എടുത്തു, പിന്നെ അതിന്റെ 1234 10 കൊണ്ടായിരിക്കുമ്പോൾ 123, പിന്നെ അതിന്റെ 3 എടുത്തു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒരു എതളെതളാക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അവിടെ ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഡക്ക് നമ്പർ എന്ന് പറയുന്നത് ഇടയ്ക്ക് 0 വരുന്ന നമ്പറിനെ, അതിനെയാണ്. എ ഡക്ക് നമ്പർ ഈസ് എ പോസിറ്റീവ് നമ്പർ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഡിജിറ്റ് 0 ബട്ട് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. അപ്പോൾ തുടക്കത്തിൽ നമ്പർ വരുന്ന പരിഗണിക്കത്തില്ല. എസെൻഷ്യലി എനി നമ്പർ വിത്ത് അറ്റ്ലീസ്റ്റ് 1 0 എക്സ്ക്ലൂഡിംഗ് നമ്പേഴ്സ് ദാറ്റ് ബിഗിൻ വിത്ത് 0. ഫോർ എക്സാമ്പിൾ 10203 ഡക്ക് നമ്പർ ആണ്. 2003 ഡക്ക് നമ്പർ ആണ്. 104 ഡക്ക് നമ്പേഴ്സ്. വൈൽ 023 0 തുടക്കത്തിലാണ്, അത് ഡക്ക് നമ്പർ അല്ല. 0012 തുടക്കത്തിലാ 0, രക്ഷയില്ല. 0123 ഇതൊക്കെ ഡക്ക് നമ്പർ ആണ്. അപ്പോ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ 0006 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു, അത് ഡക്ക് നമ്പർ ആണെന്ന് പറഞ്ഞു. 0123 കൊടുത്തു, തുടക്കത്തിൽ 0 ഉള്ളത് കൊടുത്തു, അത് ഡക്ക് നമ്പർ അല്ലാന്ന്. ഇനി നമുക്ക് അതിന്റെ പ്രോഗ്രാമിലേക്ക് നോക്കാം. സ്കാനറിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് മുമ്പുള്ളതിനോട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എന്റർ നമ്പർ ആ നം സ്ട്രിങ് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ അതൊരു 4-5 ഡിജിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ സ്ട്രിങ് പോലെ എടുക്കുന്നത്. എന്നിട്ട് ഒരു ഈ സ്റ്റക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിൽ അത് ഫാൾസ് സ്റ്റോർ ചെയ്യും. ഇവിടെ നം സ്ട്രിങ് ആയിട്ടാണ് എടുത്തത്, അതുകൊണ്ട് നം സ്ട്രിങ് ആയിട്ട് എടുത്താണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല ചില പ്രോഗ്രാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഡക്ക് നമ്പർ വേറൊരു വീഡിയോയിലും കൂടി ഇടാം. ഇത് സ്ട്രിങ് വെച്ച് ചെയ്യുന്ന. അപ്പോ നം സ്ട്രിങ് ക്യാരക്ടർ 0 അത് എവിടെങ്കിലും വെച്ച് O ആകുകയാണെങ്കിൽ ഈ സ്റ്റക്ക് എന്നുള്ളത് ഈക്വൽ ടു ഫാൾസ്. അല്ലെങ്കിൽ ഇതില് സീറോ ഫാൾസ് ക്യാരക്ടർ ഓഫ് 0, ഇതിലെന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡക്ക് നമ്പർ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാം. ഡക്ക് നമ്പർ വേറെ സെപ്പറേറ്റ് വെച്ചാ ഇത് സ്ട്രിങ് വെച്ചാ ചെയ്തിരിക്കുന്നത്, പലപ്പോഴും നമ്പർ വെച്ചാ ചെയ്യുന്നു. അപ്പൊ അത് മാറ്റി പറയാം. ടെക്ക് നമ്പർ എന്ന് പറയുന്നത് 30, 25 എന്ന് പറഞ്ഞ 2 സംഖ്യ അല്ലെ. അപ്പൊ അതിനെ രണ്ടായിട്ട് ഭാഗിക്കും. രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഈ രണ്ടായിട്ട് ഭാഗിക്കുന്ന 30, 25 എന്നുള്ള രണ്ടാമത്തെ ഭാഗിച്ച അതിന്റെ സ്ക്വയർ, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് സ്ക്വയർ കണ്ട ആ നമ്പർ തന്നെയായിരിക്കും. അതാണ് ഈ ടെക്ക് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് അതിന്റെ ഫസ്റ്റ് ഹാഫ് എടുക്കാൻ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു അല്ലെ. നമ്മൾ ഡിവൈഡ് ചെയ്തു 10 കൗണ്ട് ബൈ 2. അടുത്തത് നമ്മൾ അതിന്റെ സിസ്റ്റം കണ്ടു. അപ്പൊ ഒന്നിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു കാര്യം തൊട്ട് മുകളിലുള്ളത് പറഞ്ഞില്ല. ഈ വൈൽ ടെമ്പ് ഗ്രേറ്റർ ദാൻ 0 ടെമ്പ്, അത് എണ്ണി നോക്കി എത്ര നമ്പർ ഉണ്ടോന്ന് എണ്ണി നോക്കി. 30, 25 എന്ന് പറഞ്ഞാൽ 4 നമ്പർ, 4 അക്കമാണ്. അപ്പൊ അതാണ് ഈ 4% ടു ഈക്വൽ ടു 0. അതെന്താ അങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാല് അത് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ കൗണ്ട് നോക്കുന്നത്. ആ കൗണ്ട് നോക്കി അത് കൗണ്ട് ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്കിത് ഈ സംഭവം വർക്ക് ചെയ്യുള്ളൂ. അതാണ് കൗണ്ട് പെർസെൻറ്റേജ് ടു ഈക്വൽ ടു 0. പിന്നെ നമ്മൾ കൊടുത്ത നമ്പർ 30, 25 ഡിവൈഡഡ് ബൈ ഇതില് നമ്മൾ ഈ പവറിന് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം ബേസ് പാർട്ട് 10, മറ്റത് സ്ക്വയറാ. ആ സ്ക്വയർ എന്ന് പറയുന്നത് കൗണ്ട് 4/2, അപ്പൊ 4/2. അപ്പൊ 10⁻² എന്ന് പറയുന്നത് 100 ആണ്. അത് എന്തിനാ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ
ഇപ്പൊ 6 അക്കം ഉള്ളതും കാണാൻ പറ്റും. ഓക്കെ, 6 അക്കം ഉള്ളതാകുമ്പോൾ 6/2 എന്ന് പറയുമ്പോൾ 3 വരും. അതിനെ അങ്ങനെ ചെയ്തിരിക്കും. അല്ലെങ്കിൽ നേരെ 2 കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ 10⁻² എന്ന് പറയുന്നത് എത്ര? 100 ആണ്. അപ്പൊ 100നെ നം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് 30 വരത്തുള്ളൂ അല്ലേ? നമുക്ക് 30 കിട്ടി. ഇനി 100% 10⁻² എന്ന് പറഞ്ഞാലോ, നമ്മൾ അതിന്റെ സിസ്റ്റം എടുക്കുക ചെയ്യുന്നത്. അപ്പൊ 25. അപ്പൊ 2 ഭാഗമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഒന്ന് ഈ ലൈൻ, ഒന്ന് ഈ ലൈന്, പിന്നെ അടുത്തത് ഈ ലൈൻ. അപ്പോ ഇത് ഇവിടം വരെ ഉണ്ട്. അത് ഒറ്റ ലൈനായിട്ട് എഴുതണ്ട. അപ്പൊ ഒന്ന്, അപ്പൊ 10⁻². 10⁻² എന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പവറിന് 2 കമ്പോണന്റ്. അതിൽ ആദ്യത്തെ ഭാഗം ബേസും രണ്ടാമത്തെ ഭാഗം എക്സ്പോണൻഷ്യലും. ഇവിടെ നോക്കിയേ, ബേസ് 10, കൗണ്ട് ബൈ 2 എന്നുള്ളത് അതിന്റെ എക്സ്പോണൻഷ്യൽ പാർട്ട്. കൗണ്ട് എന്നുള്ളത് 4 ആണ്. 4/2 എന്ന് പറയുമ്പോൾ 2 ആവും. അപ്പോ മാത്ത് പവർ 10,2 എന്ന് പറഞ്ഞാൽ 10⁻² എന്നർത്ഥം. 10⁻² എന്ന് പറഞ്ഞാൽ 100 ആണ്. ആ 100നെ നമ്മൾ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താ നമുക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ട് കിട്ടും. 2 ദശാംശം ഇങ്ങോട്ട് മാറ്റി കുത്തിയാൽ മതിയോ? അപ്പൊ 30, 25 ആണെങ്കിൽ 2 ദശാംശം ഇങ്ങോട്ട് മാറ്റുക 30 ആവും അല്ലെ? ആ ഡെസിമൽ പാർട്ട് വേണ്ട, അവിടെ 30 എടുത്തു. അതിന്റെ അത് എടുക്കണം. പിന്നെ അതിന്റെ മോഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റിമൈൻഡർ പാർട്ട് എടുക്കും. 30, 25നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 25 വരും. അപ്പൊ നമ്മൾ രണ്ട് ഭാഗമാക്കി, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. എന്നിട്ട് 30, 25 കൂടെ കൂട്ടി 55 ആക്കി. ആ 55 കൂടെ ഗുണിക്കുന്നത്, അതാണല്ലോ 55² എന്ന് പറയുന്നത്. അതിന് അമ്മ ഇക്വലന്റ് ആണെങ്കിൽ ടെക് നമ്പർ ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ല. അടുത്തത് ആംസ്ട്രോങ് നമ്പറാ. ആംസ്ട്രോങ് നമ്പർ അതിനെ വേറെ ചില നാർസിസ്റ്റിക് നമ്പറോ, പ്ലീനറി നമ്പർ, പ്ലൂ പെർഫെക്റ്റ് ഡിജിറ്റൽ ഇൻവേരിയന്റ്, ഇങ്ങനെയൊക്കെയുള്ള പേരുണ്ട്. അത് എല്ലാ നമ്പറിനും വേറെ ചില പേരുകളും കൂടെ ഉണ്ട്. ഇറ്റ്സ് എ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് ഓൺ ഡിജിറ്റ്. നിങ്ങൾ അത് കാര്യമാക്കണ്ട, നിങ്ങൾക്ക് പരിചയമുള്ള വേർഡ് വെച്ച് തന്നെയായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്ലീനറി നമ്പർ എന്നോ പ്ലൂ പെർഫെക്റ്റ് ഡിജിറ്റൽ ഇൻവേരിയന്റ് എന്നോ അങ്ങനെയൊന്നും പറയാനുള്ള സാധ്യത തീരെയില്ല. അപ്പൊ നമുക്ക് ആംസ്ട്രോങ് നമ്പർ എന്താണെന്ന് നോക്കാം. 153 എന്ന് പറഞ്ഞ നമ്പർ. അതിന്റെ ഓരോ നമ്പറിന്റെയും ക്യൂബ് കൂട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും. 150 1ന്റെ ക്യൂബ് 1, 5ന്റെ ക്യൂബ് 25 × 5 125, 3ന്റെ ക്യൂബ് 27. അപ്പൊ 125 27 കൂടെ കൂട്ടുമ്പോൾ 153 അല്ലെ? 127 ആ ഒന്നും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 153. അതുപോലെ 1634 എന്ന് പറയുമ്പോൾ 1ന്റെ അത് 4 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 1⁻4, 6⁻4, 3⁻4, 4⁻4. ആ 1ന്റെ ⁻4ഉം 6ന്റെ ⁻4ഉം 3ന്റെ ⁻4ഉം 4ന്റെ ⁻4ഉം അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 163. ഇവിടെ നമുക്ക് ഓരോ നമ്പറും ഒറ്റക്കൊറ്റക്കാക്കണം. ഒറ്റക്കൊറ്റക്കാക്കുന്ന പരിപാടി എന്താ? ആ ഇൻഡിജർ ഡിജിറ്റ് ആ വൈൽ ലൂപ്പില് ഇൻഡിജർ ഈ ലൈനും മുകളിലും താഴെയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റക്കൊറ്റക്കാക്കാം അല്ലെ? അതായത് ആദ്യം റിമൈൻഡർ എടുക്കുക, ആ ലൂപ്പിന് അവസാനം ഡിവൈഡ് ചെയ്ത് ആ നമ്പർ ഒന്നുകൂടെ ചെറുതാക്കുക. ഒരക്കം ചെറുതാക്കാൻ 10 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അവിടെ റിമൈൻഡർ എടുക്കാനായിട്ട് ആ 10 കൊണ്ട് മോഡുലസ് 10 എന്ന് കൊടുത്താലും മതി. അപ്പൊ ആ വൈൽ ലൂപ്പിൽ
ആദ്യത്തെ ലൈനും അവസാനത്തെ ലൈനും ഇതാ. ഇടയ്ക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ഓരോ ഡിജിറ്റിന്റെയും റേസ് ടു, ഇപ്പൊ 3 അക്കം ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 3 ആയിരിക്കും, 4 അക്കം ഉണ്ടെങ്കിൽ 4 ആയിരിക്കും. അതിന്റെ പവർ കാണും 1/3. അതാണ് അവിടെ POW എഴുതിയിരിക്കുന്നത്. ആ POW എന്ന് പറയുമ്പോൾ ഡിജിറ്റ് ബേസ് എക്സ്പോണൻഷ്യൽ പാർട്ടാണ് നമ്പർ ഓഫ് ഡിജിറ്റ്സിൽ. അപ്പോൾ ഇതാണ് ആ വൈൽ ലൂപ്പ്. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വൈൽ ലൂപ്പാണ്. പിന്നെ നമുക്ക് തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇമ്പോർട്ട് എന്ന് പറയുന്നത് സ്കാനർ വേണം, അതിനുള്ളതാണ്. ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ അത് ക്ലാസ് വേണം, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ വേണം, ഇല്ലാതെ അവിടെ നിന്നാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. ആ സ്കാനർ നമ്മൾ SC എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. പിന്നെ സിസ്റ്റം ഔട്ട് പ്രിന്റിൽ ഒരു നമ്പർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ നമ്പർ ആ ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ അങ്ങനെയാ വിളിക്കുന്നത്. SC ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷനാണ്, ഒരു മെത്തേഡാണ്. SC എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് സ്കാനറിൽ നിന്ന്. ആ കിട്ടുന്ന നമ്പർ സ്ക്രീനിൽ നിന്ന്, കൺസോളിൽ നിന്ന് കിട്ടുന്ന നമ്പർ നമ്മിൽ സ്റ്റോർ ചെയ്യും. ഒറിജിനൽ നമ്മിൽ നമുക്ക് ഈ നമ്മ ഇടയ്ക്കിടയ്ക്ക് ഗുണിക്കുകയും ഹരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, മോഡുലസും ഹരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒറിജിനൽ നം എന്ന് പറഞ്ഞിടത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ സം ഓഫ് അവേഴ്സ്, നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. സം ഓഫ് അവേഴ്സ് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂബ് കിട്ടിയതെല്ലാം കൂടെ കൂട്ടി നോക്കണം. അതിനാണ് സം ഓഫ് അവേഴ്സ്. പിന്നെ നമ്മൾ അതിന്റെ ക്യൂബ് ആണോ 4 ആണോ 5 ആണോ എന്നുള്ളതിന് വേണ്ടി നമ്പർ ഓഫ് ഡിജിറ്റ് ആവശ്യമുണ്ട്. 5 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഡിജിറ്റ് 5 കൊടുക്കും. ആ എത്ര അക്കം ഉണ്ടെന്ന് എണ്ണാനുള്ളതാണ് വൈൽ ടെമ്പ് നം ഗ്രേറ്റർ ദാൻ 0, ടെമ്പ് നം ഡിവൈഡ് ബൈ ഈക്വൽ ടു 10, നമ്പർ ഓഫ് ഡിജിറ്റ് പ്ലസ് പ്ലസ്. അത് എത്ര അക്കം ഉണ്ടെന്ന് അറിയാം. എന്നിട്ട് വേണം നമുക്ക് ആ നമ്പർ ഓഫ് ഡിജിറ്റ് അവിടെ താഴെ കൊടുക്കാൻ. വൈൽ ലൂപ്പ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ടെമ്പ് നമ്മിൽ നമ്മ കൊടുക്കും. എന്നിട്ട് ആ വൈൽ ലൂപ്പ് ഓരോന്നോരോന്നാക്കും. പെർസെൻറ്റേജ് ഇട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവസാനത്തുനിന്ന് ഓരോരോ നമ്പർ കിട്ടും. ടെമ്പ് നം /10 എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ നമ്പറും ഓരോ അക്കവും വെട്ടി മാറ്റിക്കൊണ്ടിരിക്കാം, ഡിവൈഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കാം, വലത്തു നടക്കും. ഇടയ്ക്ക് എന്താ ചെയ്യുന്നത്? അതിൻ്റെയൊക്കെ പവർ കാണും. 3 അക്കം ഉണ്ടെങ്കിൽ 1/3, ഡിജിറ്റ് റേസ് ടു 3. 4 അക്കം ഉണ്ടെങ്കിൽ ഡിജിറ്റ് 4. 5 അക്കം ഉണ്ടെങ്കിൽ ഡിജിറ്റ് 5. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ സം ഓഫ് പവേഴ്സും ഒറിജിനൽ നമ്പറും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയും. അതല്ലെങ്കിൽ നമ്മൾ ആംസ്ട്രോങ് നമ്പർ അല്ല എന്ന് പറയും. അടുത്തത് എന്താണ്? ഫിബൊനാച്ചി സീരീസ്. ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്ന സംഭവം ഇതാണ്: 0, 1, 1, 2, 3, 5, 8, 13, 21, 34. ഇത് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ 0യും 1ഉം കൂടെ കൂട്ടി 1, ആദ്യത്തെ 2 അക്കം കൂടെ കൂട്ടി 3-മത്തെ, 2, 3ഉം കൂടെ കൂട്ടി 4-മത്തെ, 3, 4ഉം കൂടെ കൂട്ടി 5-മത്തെ, 0യും 1ഉം കൂടെ കൂട്ടി 1, 1ഉം 1ഉം കൂടെ കൂട്ടി 2, 1ഉം 2ഉം കൂടെ കൂട്ടി 3, 3ഉം 2ഉം കൂടെ കൂട്ടി 5, 5ഉം 3ഉം കൂടെ, അതായത് തൊട്ട് മുമ്പുള്ള നമ്പറിലെ 2 ഡിജിറ്റും കൂടെ കൂട്ടിയാണ് ആ വലതുവശത്തെ നമ്പർ. ആദ്യം 0യും 1ഉം ഇടും, പിന്നെ നമ്മളെല്ലാം അത് തമ്മിൽ കൂട്ടി എഴുതുന്നു. 0യും 1ഉം കൂടെ കൂടുമ്പോൾ 1, പിന്നെ 1ഉം 1ഉം കൂടെ എഴുതും. 1ഉം 1ഉം കൂടെ 2 എഴുതി. ഇനി 2 എഴുതി കഴിഞ്ഞാൽ 1ഉം 2ഉം കൂടെ കൂട്ടിയിട്ടാ 3 എഴുതും. 3 എഴുതി കഴിഞ്ഞാൽ 5 എഴുതുന്നത് എങ്ങനെയാ? അതിന് തൊട്ട് മുമ്പുള്ള 3ഉം 2ഉം കൂടെ കൂട്ടി. 8 എഴുതുന്നത് എങ്ങനെയാ? അതിന് തൊട്ട് മുമ്പുള്ള 5ഉം 3ഉം കൂടെ കൂട്ടി. ഇതാണ് ഫിബൊനാച്ചി സീരീസ്. ഇതില് ഇമ്പോർട്ട് ജാവ യൂട്ടിൽ സ്കാനർ ഉണ്ട്. ഒരു ക്ലാസ് ഫിബൊനാച്ചിയുടെ ഒരു ക്ലാസ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞ ഉണ്ട്. അതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഉണ്ട്, സ്കാനർ ഉണ്ട്. അത് ആ എൻ്റർ ദ നമ്പർ ഓഫ് ടേംസ് കൺസോളിൽ നിന്ന് സ്ക്രീനിൽ നിന്ന് എടുക്കാനാണ്. അതിനാണ് ഇന്റിജർ n=SC നെക്സ്റ്റ് ഇന്റ് എന്ന് പറയുന്നത്. ഇനിയും ഇതില് ഒരു ചെക്കിംഗ് ഉണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് നമ്പർ അല്ല എങ്കിൽ അത് പ്ലീസ് എൻ്റർ എ പോസിറ്റീവ് നമ്പർ എന്ന് പറയും. അത് 1 ഉള്ളെങ്കിൽ നമ്മൾ 1 കൊടുക്കുന്നതെങ്കിൽ അത് 0 എന്ന് പ്രിന്റ്. ആദ്യത്തെ ഒരക്കം 0 ആണ്. ആ സീരീസ് കണ്ടല്ലോ നമ്മൾ, 0 ആണ്. അതല്ലെങ്കിൽ, അപ്പൊ 0യും അല്ല, 0 ആണെങ്കിൽ അത് പോസിറ്റീവ് എൻ്റർ ചെയ്യാൻ പറയും.
1 എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 0 മാത്രമേ എൻട്രി ചെയ്ത് നിർത്തും. അതല്ലെങ്കിൽ അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫിബൊനാച്ചി സീരീസ് അപ് ടു n എന്ന് പറഞ്ഞ നമ്പർ നമ്മളാ കൊടുക്കുന്നത്. അല്ലെ, നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോ എയും ബി എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും നമ്പർ ഡിജിറ്റാ. നമ്മൾ നോക്കിയാൽ 0യും 1ഉം. ഫസ്റ്റ് ഡിജിറ്റ് 0, സെക്കൻഡ് ഡിജിറ്റ് 1. അപ്പോ ആ സിസ്റ്റം ഔട്ട് പ്രിന്റിൽ ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും പ്രിന്റ് ചെയ്യും, 0യും 1ഉം. അവിടെ ഒരു പ്രിന്റ് ലൈൻ കൊടുത്തിട്ടില്ല, അപ്പൊ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യ, അത് 0 1 കൂടെ കൂട്ടിയ 1 അത് ആ നെക്സ്റ്റ് പ്രിന്റ് ചെയ്യും. ഇനി എന്താ ചെയ്യുന്നത്, എയുടെ സ്ഥാനത്തേക്ക് ബി കൊണ്ടുവരും. എന്ന് വെച്ചാ ബി എന്ന് പറയുന്നത് 1 അല്ലെ, അത് എ ആയി. നെക്സ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ 1 1 കൂടെ 0 1 കൂടെ കൂട്ടിയ 1 ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് നെക്സ്റ്റ് ആയി. അപ്പൊ ബി 1 ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, 1 പ്രിന്റ് ചെയ്തു, 0യും 1ഉം 1 പ്രിന്റ് ചെയ്തു, 1 1 കൂടെ കൂട്ടി 2 പ്രിന്റ് ചെയ്തു. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് 1ഉം 2ഉം. എയുടെ സ്ഥാനത്ത് 1 ബിയുടെ സ്ഥാനത്ത് 2 ഉണ്ട്. നമ്മൾ അത് നോക്കി. 1ഉം 2ഉം 1ന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3 വന്നു. എന്നിട്ട് അവിടെ ബി എന്ന് പറയുന്നത് 2. അപ്പൊ എ 2ലേക്ക് പോയി. 3 എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്ത അത് ബിയിൽ വന്നു. ഇനി നമ്മൾ കറങ്ങി ചെല്ലുമ്പോൾ 3ഉം 2ഉം 5 ആയി. 5 പ്രിന്റ് ചെയ്യും. ഇനി പിന്നെ ഇന്റർചേഞ്ച് ചെയ്യും. ഇപ്പൊ 5 എയിലേക്ക് പോയി അല്ലെ. നെക്സ്റ്റ് പ്രിന്റ് ചെയ്ത 8 വന്നു. പിന്നെ 5ഉം 8ഉം കൂടെ 13 പ്രിന്റ് ചെയ്യും. അപ്പം അങ്ങനെ ആ എയും ബിയും മാറിക്കൊണ്ടിരിക്കുന്നു, അടുത്തടുത്തത് എടുത്തോണ്ടിരിക്കും. ആ അടുത്തടുത്ത നമ്പർ അടുത്തടുത്ത്, അതായത് നമ്മൾ നെക്സ്റ്റിൽ 2ഉം കൂടെ കൂട്ടിയ ഒരു നമ്പർ ഉണ്ട്, അത് പിന്നെ ബി ആവും. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബി എയും ആവും. പിന്നെ നമ്മൾ അത് കൂട്ടി എയും ബിയും പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് നെക്സ്റ്റ് കിട്ടി. ആ നെക്സ്റ്റ് നമ്മൾ ഇവിടെ അത് ബി ആക്കി, പഴയ ബി നമ്മൾ എ ആക്കി. അങ്ങനെ അത് കറങ്ങി ആ കംപ്ലീറ്റ് വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും. അടുത്തത് നിവിൻ നമ്പർ ആണ്. നിവിൻ നമ്പർ എന്ന് പറഞ്ഞാൽ 21 ആണെങ്കിൽ ആ 2 1 കൂടെ കൂട്ടി 3, നമുക്ക് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് നമ്പർ. ആഡ് അപ്പ് ഓൾ ദി ഡിജിറ്റ് ഓഫ് നമ്പർ, ഡിവൈഡ് ദ ഒറിജിനൽ നമ്പർ ബൈ ദ റിസൾട്ട് ഇസ് എ ഹോൾ നമ്പർ. അതൊരു ഹോൾ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ നിവിൻ നമ്പർ എന്ന് പറയും. ചിലടത്ത് ഹർഷത് നമ്പർ എന്ന് പറഞ്ഞിട്ട് നിവിൻ നമ്പർ എന്ന് ഓർക്കുന്നതായിരിക്കും നല്ലത്. ആ നിവിൻ നമ്പർ ചെയ്യുന്നത് ഇങ്ങനെയാ. അപ്പോ ആദ്യത്തെ ഭാഗങ്ങൾ നമ്പർ അക്സെപ്റ്റ് ചെയ്തു. ആ വൈൽ ലൂപ്പ് നമ്മൾ നോക്കേണ്ടതാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ആ ഓരോ നമ്പറിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് അതിനെ സം ഓഫ് ഡിജിറ്റിൽ കൂട്ടി വെക്കും. എന്നിട്ട് ആ നമ്പറിനെ സം ഓഫ് ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം 0 വരുവാണെങ്കിൽ നമ്മൾ അതിന് നിവിൻ ആണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ നിവിൻ അല്ല എന്ന് പറയും. അപ്പോൾ ആ വൈൽ ലൂപ്പാണ് നോക്കേണ്ടത്. വൈൽ ലൂപ്പിൽ നമ്മൾ പലപ്പോഴും വൈൽ ലൂപ്പ് സംസാരിച്ചായിരുന്നു. പെർസെൻറ്റേജ് 10 എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്കം എടുക്കും, അത് സം ഓഫ് ഡിജിറ്റിന്റെ കൂടെ കൂട്ടും. പിന്നെ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ, അവസാനത്തെ സംഖ്യ വിട്ടിട്ട് ബാക്കിയാവും. പിന്നെ എടുക്കുമ്പം സെക്കൻഡ് ലാസ്റ്റ് നമ്പർ റിമൈൻഡർ ആയിട്ട് കിട്ടും, അത് പഴയ സം ഓഫ് ഡിജിറ്റിന്റെ കൂടെ കൂട്ടും. അങ്ങനെ നമ്മൾ ആ ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനകത്തൊരു സം കാണും. ഇപ്പൊ 21 കൊടുക്കുന്നെങ്കിൽ 2 1 കൂട്ടി 3 കാണും. 111 കൊടുക്കുന്നെങ്കിൽ 1 1 1 കൂടെ കൂട്ടി 3 കാണും. 153 കൊടുക്കുന്നതെങ്കിൽ 5 3 8 1 9 അവിടെ കാണും. 5 3 8 1 9. ഈ 153 9 കൂടെ വെട്ടിപ്പോകുമ്പോൾ സിസ്റ്റം വരില്ല. അതിനെ നമ്മൾ പറയുന്നത് ഹോൾ നമ്പർ. ആ ഹോൾ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ നിവിൻ നമ്പർ എന്ന് പറയും. അപ്പോ നമ്മളിവിടെ നിർത്തുകയാണ്. 7 എണ്ണം, ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല. ആ ഒരെണ്ണം പറയാതെ വിട്ടത്, അത് ചിലടത്ത് സ്ട്രിങ് ആയിട്ടല്ല ചെയ്യുന്നത്. കിട്ടുന്ന ഡിജിറ്റ് അത് നമ്പറായിട്ട് തന്നെ എടുത്തിട്ട്
ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. അത് വെച്ചിട്ട് അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അത് വേറൊരു വീഡിയോ. ഓക്കെ.